കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വലിയ സ്റ്റേഡിയം കൊട്ടാരക്കര എഴുകോണിലാണ് വരുന്നത്. അത് എഴുകോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര മണ്ഡലം കൊല്ലം ജില്ലയുടെ ഒരു സെൻട്രൽ ഭാഗത്താണ് വരുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ എഴുകോണാണ്, തൊട്ടപ്പുറത്ത് കുന്നത്തൂർ മണ്ഡലമാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാസ്തവത്തിൽ കുന്നത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗത്താണ്. യോഗം സ്റ്റേഡിയം നടന്നത് തൊട്ടപ്പുറത്താണ്. ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും സൗകര്യമുള്ളൊരു സ്റ്റേഡിയം ഇവിടെ വരികയാണ്. ഭൂമി അവർ വാങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത, ചുറ്റുപാടും ധാരാളം റോഡുകൾ വന്നു. നല്ല ഒന്നാന്തരം ക്വാളിറ്റിയുള്ള BMBC റോഡ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന്, കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇല്ല, അല്ല 2 കിലോമീറ്റർ ജില്ലാനം കൊണ്ട് ഇവിടെ എത്താവുന്ന തരത്തിലേക്കുള്ള വലിയ സ്റ്റേഡിയമാണ്. അവിടേക്ക് പോകാനുള്ള മറ്റു വഴികളിൽ ചില പാലങ്ങളുമൊക്കെ വീണ്ടും ഇപ്പോൾ വരുന്നുണ്ട്. ഇലഞ്ഞിക്കോട് പാലം വലിയ തോതിൽ യാത്രാ സൗകര്യമുള്ള, എല്ലാവർക്കും വരാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ്. ധാരാളം കളിക്കാരുള്ള സ്ഥലം കൂടിയാണ് കൊല്ലം ജില്ല. ഈ ഭാഗത്തും ധാരാളം ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ വളരെ സന്തോഷകരമായൊരു സ്റ്റേഡിയം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. സംസ്ഥാനത്തു നിന്നുള്ള അതിൻ്റെ ഭാരവാഹികളെല്ലാവരും, ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട പരിപാടി ഇന്നത്തെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷവും പ്രശ്നങ്ങളും കാരണം അല്പം മാറിപ്പോയതാണ്. തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആ കാര്യം നേരിടാൻ സജ്ജമാണ്. അതനുസരിച്ചിട്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെയാണ് ആ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ പെട്ടെന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും അതിനാവശ്യമായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തുടങ്ങും. എന്തായാലും ഞങ്ങൾ വളരെ വലിയ ശുഭപ്രതീക്ഷയിലാണുള്ളത്. അല്ല, ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആകെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ വാർഷികാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ പറയാനും, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഞങ്ങൾക്കുണ്ട്. അതനുസരിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് പ്രചരണം വരിക. ബാക്കി അത് നോക്കാം. ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ബാക്കി ഇവരെല്ലാം കൂടെ നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്.